ബാക്കിലെ ഫ്രെയിം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം എവിടെ ഉള്ളത്. മർക്കസ് നോളജ് സിറ്റിയിൽ ഇന്നൊരു ഇഫ്താറിന് ഇവിടെ വന്ന ഞാൻ കൊളായത് ഞാൻ ഇടുള്ളൂ. പായസം എന്താ പറയാനുള്ളത്? പായസം മോലെ മുഫീദ ഇഫ്താറിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? മൂഞ്ചൂലല്ലോ അനസിനോ? കിട്ടിയാ തിന്ന വെള്ളം കാരക്കത്തെ ഒരു കാരം കിട്ടിയാ മതി. നോമ്പില്ലേ? നോമ്പില്ല, നോമ്പില്ലല്ലോ. നോമ്പുണ്ട് പറഞ്ഞു. നോമ്പില്ല, നോമ്പില്ല, നോമ്പെടുക്കാൻ വന്നേ. 2500ഓളം ആളുകള് ഒരു ദിവസത്തെ ഇഫ്താറിലൂടെ പങ്കെടുക്കലുണ്ട്. ചിലപ്പോ കിട്ടിയാ കിട്ടി, ചിലപ്പോ ഒരു വെള്ളം കാര്യക്കും കിട്ടും. കിട്ടൂലേ? പ്രതീക്ഷ ശുഭ പ്രതീക്ഷ. ഓക്കെ. തലമുറന്ന് വരുന്നത് കണ്ണൂരിന്നാ വരുന്നത്. ആദ്യമായിട്ട് ഞങ്ങോട്ട് വരുന്നത് തലക്കാതെ ആദ്യം അസർ സ്കരിച്ച ഇഫ്താറിന് മാത്രം കൂടിയാ പോരാ. കാച്ചി വീശണുണ്ട്, രണ്ടടി വരുത്താനുണ്ട്. ഏസിണ്ടടാ മേലെ പോകും. അപ്പോൾ ഗൈസ് ഇപ്പം 5:13. ഇപ്പം തന്നെ ഇവിടെ ഇഫ്താറിനുള്ള സാധനങ്ങളൊക്കെ വിരിച്ചിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പായസിൻ്റെ ഇഫ്താറിനായോ ആയോ എന്ന് വെച്ചിങ്ങനെ ബാങ്ക് കൊടുക്കും, ഫോണിൽ ബാങ്ക് കൊടുക്കണ്ടോ നോക്കിയിരിക്കണം. അത്യാവശ്യം ആളുകൾക്കുള്ള ഉണ്ട് കേട്ടോ. ഇവിടെ ബാങ്ക് 10 മിനിറ്റ് മുമ്പ് കൊടുക്കുന്നു. ഉയരത്തിലായിട്ടേക്കല്ലേ ടൈം കുറയുന്ന കൂടല്ലേ കൊറേ പോടാ അവിടുന്ന് മേലെ എത്തുമ്പോ കൂടാ ചെയ്യാം. ഏത് നാട്ടിലുണ്ടാവും ഇഫ്താറിന് ഇങ്ങനത്തെ ചെറിയ ചീക്കുളി ചക്കന്മാര്, അത് സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ. അവിടെ ഒന്ന് പെട്ടി കയറിയിരിക്കണം. രണ്ടും വലിയ മോലിയന്മാരാ ഔലിയാക്കളാ. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം തൊപ്പി വാങ്ങാം. രസമുണ്ട്. നേക്കായിന് അതിന് സ്വന്തമായിട്ട് തൊപ്പി കൊണ്ടുവരണേ. അത് സ്വന്തമായിട്ട് തൊപ്പി കൊണ്ടുവരണം. സ്വന്തമായിട്ട് തൊപ്പി വേണമെന്നില്ല, സുന്നത്ത് എടുക്കണമെന്നല്ല പറഞ്ഞിട്ട് തൊപ്പി ഇടണമെന്നല്ല. വിചാരിച്ചു ഒരാൾ സുന്നത്ത് എടുക്കണ വാങ്ങിയാണ്ട് തൊപ്പി വാങ്ങണം ഓടിയും പറഞ്ഞില്ല. അങ്ങനല്ല, സുന്നത്ത് എടുക്കണം. ചെമ്പെന്ന് എടുക്കാനല്ല പറഞ്ഞേ. അതിന് ചെമ്പുനാരെടുത്ത് ആരെ ചെമ്പെന്നെടുത്ത് അത് പറയും. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഏകദേശം നോമ്പറക്കാനായിരുന്നു തോന്നുന്നുണ്ട്. അത് നമ്മളെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എല്ലാരും പള്ളിയേക്ക് എരിയുന്ന അറിയില്ല. ചോറില്ലാന്നറിയോ? ചോറ് കഴിഞ്ഞ് ചോറില്ലാത്ത പള്ളിയാണ്. പക്ഷെ ഗ്രൂപ്പിൽ അങ്ങനല്ലല്ലോ, ഇത് ചോറുള്ള പള്ളിയല്ലേ. അപ്പൊ ചോറില്ല, എല്ലാരും പോരേ പോവാന്ന്. പോയി നോമ്പ് തുറ മേലെ അടിയിൽ സെറ്റ് ചെയ്തല്ലോ. അതാണ് നേരത്തെ ഇട്ടത്. ഓടാ വിടുന്നത് മഴയുള്ള എന്താണ് അടിയിട്ട പാളിന് നമുക്ക് പുറത്തന്നെ ഇരിക്കണം എന്നറിയാം. ഇഫ്താറിന് വരുന്നവര് ഇവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യണം കേട്ടോ. സ്കാൻ ചെയ്താൽ കിട്ടും. ഒരു സ്കാനിങ് കാണിച്ചിട്ട് ആ സ്കാനിങ്ങിൽ ഇങ്ങനെ പേര്, സ്ഥലം, വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ് അടിക്കുക. എനിക്കൊന്ന് ഇഫ്താർ കിട്ടി. മന്തി. വായ്സിന് ടെൻഷനായി, അനസിനും. അത്യാവശ്യം ആളുകൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് നടന്നുകൊടുക്കുന്നുണ്ട്. വായ്സിന് ടെൻഷനായി. പെരയിൽ ചോറ് വേണ്ടെന്നും പറഞ്ഞ് ഇവിടെ കിട്ടൂല. ഉമ്മാക്ക് ചോറിൽ വെള്ളം വരില്ല. അവിടെ മെയിൽ ID കൊടുക്ക്. എത്തല്ലേ
അവിടെ മെയിൽ ID കൊടുക്കും. എന്താ എന്തിനാണ് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യം? എന്തുകൊണ്ട് അവിടെ എത്ര ആൾ ഇഫ്താറിന് വരുന്നുണ്ടെന്ന് അറിയാനാണ്. ആയിരിക്കാം. എല്ലാവരും ഇഫ്താർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഗെയ്സ്. ഇതെന്താണ് നേരെ നിൽക്കേ? സാധനം അറിയില്ല, വെറും ക്രോം എന്തിനാ ചെക്ക് യൂസ് ചെയ്യണം? മോൻക്കും കിട്ടിയോ? തെക്കിയായി. ഉച്ചക്കഞ്ഞിക്ക് വരിക്കും പോലെ വരിക്കുക പള്ളിയിൽ. ഓ മോനെ, പക്ഷെ എല്ലാവർക്കും സെറ്റായി. വായിസിന് ഇപ്പോഴും രജിസ്ട്രേഷൻ സെറ്റായില്ല. വായിസിന് ആട്ടോ നേരെ വണ്ടിക്കൂടി ആ ഹോട്ടലിൽ കേട്ടോ. അവസാന നിമിഷത്തിലും പോരാടുകയാണ്. ചവിട്ട് കുറച്ചു നേരം ഇവിടെ നിൽക്കാം. അതിലേക്ക് ഓരോ എത്രയപ്പോ അങ്ങോട്ട് പോണാലേ എന്നാ മതി, ഇവിടുന്ന് തിരിഞ്ഞാ പോലെ. എത്തപ്പോ അവിടെ പോയി തിരിയാന് തിന്ന പോട്ടെ. എല്ലാവരും തോളിൽ പിടിച്ചോ. പണ്ട് സ്കൂളിൽ ഇതിനറിയില്ലേ? ചവിട്ട് കാണാൻ കാല് ചവിട്ടി പിടിച്ച നോമ്പ് വെച്ചോണ്ടാ അല്ലി അറിഞ്ഞ മാതിരി കുറച്ച് വെള്ളം ഇജ്ജത്തിന് തൊപ്പിട്ട് വന്നിട്ട് ഇതിനെ കണ്ടാ തന്നെ മതി. ആ വെള്ളാറങ്ങാനുള്ള ഫാൻസ് കൂടും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇഫ്താർ. ഭയങ്കരാണ്. അവസാനം നമുക്ക് കിട്ടി. പായസിന് സന്തോഷമായി. എന്റെ മറ്റപ്പെട്ടുള്ള മുട്ട് പോയോ? സന്തോഷായതല്ലേ, രണ്ടാമത്തെ റൈസ് ഇട്ട്. അപ്പം ഇതാണ് ഇവിടെ ഇഫ്താറിന് വരുന്ന വിഭവങ്ങൾ. മന്തി, റൈസ്, ചിക്കന്, ചിക്കൻ പൊരി, ഈത്തപ്പഴം പൊരി, ജ്യൂസ്, എന്തിന് ജ്യൂസ്. എന്താ റബ്ബ ഇങ്ങനത്തെ ഓരോ പീക്കല് സാധനങ്ങൾ തിന്നാൻ കണ്ടില്ലേ? ഇത് ഭാഗവത താരത്തിനെ കണ്ടോണ്ടി സഞ്ചിയുണ്ട്, ചോറ് ബാക്കിയിട്ട് കൊണ്ടുപോകാൻ പറയുമ്പോ ഇപ്പൊ തന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് പോയി. കൊണ്ട് വെള്ളം 5 ഗ്ലാസ് ജ്യൂസ് ഉണ്ട് ഇവിടെ. ഒന്നിവിടെ ആരോ കുടിച്ചു. അതൊക്കെ പെർഫെക്റ്റ് ആണ്. ഒരു തുള്ളി പുറത്തു വാദവും കുടിച്ചു. ചോറ് വാരിക്കൊണ്ടു.
നോമ്പോൽക്കാത്തവർക്ക് അളവേ കൂടുതൽ തിന്നോ വിളിച്ചോ പോണതോ ചങ്ങായിമാർ ഇഫ്താറിന് വന്നാണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കുക. എത്രങ്ങാലും ആൾക്കാർ അവിടെ ചില ദിവസം ഇഫ്താർ കിട്ടാതെ പോണ് അല്ലേ? അതിന് നമ്മൾ വടിച്ച് സെറ്റാക്കിയിട്ട് അല്ല ഭക്ഷണം ഇഫ്താറിന് നോമ്പ് തുറക്കെ കൂടെ ചെന്നാണ്ട് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ ഭയങ്കര കുറ്റക്കാരി കാരണം. ഇഫ്താർ കഴിഞ്ഞു, അത്യാവശ്യം കുഴപ്പമില്ല. ഇനി 4 ആൾക്ക് 5 ആൾക്കുള്ള ഫുഡ് ഈത്തപ്പഴം ജ്യൂസ് അത്യാവശ്യം ഇത്രയും അധികം ഒരു 2500-3000 ആളുകൾക്ക് ഈ കൊടുക്കാൻ പറ്റുന്നതിൽ നമുക്ക് ഇത്ര കിട്ടിയ അൽഹംദുലില്ലാ. ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുമ്പം ഇത്രയും ആളുകൾക്ക് ഒരു ഇഫ്താർ ഉണ്ടാക്കുമ്പം അതിനുള്ള പരിമിതികളുണ്ടാവും. അതിൽ നിന്നിട്ട് അൽഹംദുലില്ലാ. അല്ലാതെ ഒരു 10 ആൾ വന്നാണ്ട് വലിയ പാർട്ടി വേണം അങ്ങനല്ലല്ലോ. എന്തെൻ്റെ അഭിപ്രായത്തിൽ മുഫീദ്? നല്ലൊരു വയസ്സിനെന്താ സെറ്റ് വന്ന മുതലായി. അപ്പം ഇനി ഇവിടെ അടുത്ത് ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട്. റഹ്മാൻ ഫുഡ് കൗണ്ടർ നമുക്ക് അടുത്ത് അത് 6 മുതൽ 12 മണി വരെ.